എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ് എന്നാണ്. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. നിങ്ങളുടെ GK സ്റ്റാറ്റിക് പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, അതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അത് കണക്ക് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണ്, അത് എവിടെയാണ് വരുന്നത്, അത് എന്തുകൊണ്ട് ആ ഒരു സ്ഥലത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്താണ്. ഇപ്പോൾ യുനെസ്കോ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. യുണൈറ്റഡ് നേഷൻ്റെ എന്താണ് ഒരു സംഘടനയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ആ യുനെസ്കോയാണ് ഇതെന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നാച്ചുറൽ പരമായിട്ടും അതേ കണക്ക് തന്നെ കൾച്ചറൽ പരമായിട്ടും ഹിസ്റ്റോറിക്കൽ പരമായിട്ടും ഇമ്പോർട്ടൻസ് ഉള്ള സിഗ്നിഫിക്കൻസ് ഉള്ള ഏരിയാസിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആര്? ഈ യുനെസ്കോ എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏരിയാസിനെയാണ് ആ വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജ്, അല്ലെങ്കിൽ കൾച്ചറലും ഹിസ്റ്റോറിക്കലും നാച്ചുറലും ആയിട്ട് സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആ സ്ഥലങ്ങളെ മാത്രമായിരിക്കും യുനെസ്കോ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ അകത്ത് എന്ത് വരും, പണ്ട് കാലത്ത് നശിക്കപ്പെട്ട റൂയിൻഡ് ആയിട്ടുള്ള ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വരും, മോണുമെന്റ്സ് വരും, ബിൽഡിങ്ങുകൾ വരും, സിറ്റീസ് വരും, ഫോറസ്റ്റുകൾ വരും, മൗണ്ടെയിൻസ് വരും. ഇങ്ങനെ പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് വരുന്ന സ്ഥലങ്ങളാണ് യുനെസ്കോ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു കറൻലി ഇന്നത്തെ ഈ ഒരു 2026 ജാനിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അത് പ്രകാരം ഏകദേശം 1248 ടോട്ടൽ, അതായത് വേൾഡിൽ ഇത്രയും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഉള്ളത്. അത് ഏകദേശം ഒരു 170 കൺട്രീസിലായിട്ടാണ് ഇത്രയും സൈറ്റുകൾ ഉള്ളത്. ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളില്ലേ, അവ പ്രധാനമായിട്ടും കൾച്ചറൽ, അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് മിക്സഡ് എന്ന് പറഞ്ഞ് 3 രീതിയിലാണ് ഇവയെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകളിൽ പഠിക്കും. ഇങ്ങനെ 3 രീതിയിലാണ് ഇവയെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ 972 കൾച്ചറൽ, 972 കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്, 235 നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്, 42 മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്. മിക്സഡ് എന്ന് പറയുമ്പം ഈ കൾച്ചറലും നാച്ചുറലും കൂടെ ചേർന്നാണ് ഈ ഒരു മിക്സഡ് ആയിട്ട് മാറുന്നത്. ഇത്രയും കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പം ഇന്ത്യയിൽ ഏകദേശം ഇപ്പൊ കറന്റ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നവരെ ഏകദേശം 44 എന്തുണ്ട്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഉള്ളത്. അതിൽ 36 കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകളും 7 നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകളും 1 മിക്സഡ് ഹെറിറ്റേജ് സൈറ്റുമാണ് ഉള്ളത്. ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇത് ഓരോന്നും എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. അത് പഠിക്കുന്നതിന് മുമ്പ് ഇത് എങ്ങനെയാണ് ഒരു സൈറ്റിനെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിക്കുന്നത് എന്നെന്ത് ചെയ്യണം, നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ആർ സെറ്റ് ഓഫ് 10 സ്റ്റാൻഡേർഡ്സ്. ഏകദേശം 10 സ്റ്റാൻഡേർഡുകളാണ് ഇതിന് മെയിൻ ആയിട്ട് ഉള്ളത്. ആ സ്റ്റാൻഡേർഡുകളെ അടിസ്ഥാനമാക്കിയാണ് അതിനെ എത്രത്തോളം അത് ഡിസർവ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു സൈറ്റിനെ എന്താക്കി എടുക്കുന്നത്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. പക്ഷെ ഈ ഒരു 10 സ്റ്റാൻഡേർഡിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്താൽ മതി, ഒരു അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദീസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ ആ സൈറ്റിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിക്കും. അത് ഏതിലും വരാം, കൾച്ചറൽ ആൻഡ് നാച്ചുറൽ സിഗ്നിഫിക്കൻസും ആയിട്ട് വരാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഈ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ ആരൊക്കെ ചേർന്നാണ്, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മോണുമെന്റ് ആൻഡ് സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതും അതേ കണക്കാൻ IUC നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന
ഈ രണ്ട് സംഘടനകൾ ചേർന്നിട്ടാണ് ഈ നോമിനേറ്റ് സൈറ്റിനെ എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് സംഘടനകൾ ചേർന്നാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആ സൈറ്റിനെ എന്ത് ചെയ്യുന്നത് അസസ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ സൈറ്റിനെ പ്രഖ്യാപിക്കണ്ടേന്ന് തീരുമാനിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയാസ് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണമാണോ ഉള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ എങ്കിലും മീറ്റ് ചെയ്താൽ അതിനെ എന്ത് ചെയ്യും? വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പറയും എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൾച്ചറൽ പരമായിട്ട് 6 ക്രൈറ്റീരിയയും കണക്കന്നെ നാച്ചുറൽ പരമായിട്ട് 4 ക്രൈറ്റീരിയയും അടിസ്ഥാനമാക്കിയാണ് ഇതെന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. അതിലൊന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് എ മാസ്റ്റർ പീസ് ഓഫ് ഹ്യൂമൻ ക്രിയേറ്റീവ് ജീനിയസ്. അതെന്ന് പറയുന്നത് മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഹ്യൂമൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്ന സ്ഥലങ്ങളെ എന്ത് ചെയ്യും? ഈ ഒരു കൾച്ചറൽ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് താജ്മഹൽ എന്ന് പറയുന്നത്. താജ്മഹൽ എന്ന് പറയുന്നത് എന്താണ്? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് കൾച്ചറൽ ഇന്റർചേഞ്ച് ഓർ സിവിലൈസേഷന്റെയും കൾച്ചറിന്റെയൊക്കെ ഇന്റർചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനെയും എന്തായിട്ട് എടുക്കും? ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഹാരപ്പൻ സൈറ്റ് ആയിട്ടുള്ള ധോളവീരയൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ ഞാൻ പറയുന്ന ഈ എക്സാമ്പിൾ എല്ലാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ബിയേഴ്സ് യൂണീക്ക് ടെസ്റ്റിമണി ടു എ ട്രഡീഷൻ ഓർ സിവിലൈസേഷൻ. ആ മോളിൽ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെയും എന്ത് പറയുന്നത്. ഒരു യുണീക്ക് ആയിട്ടുള്ള ട്രഡീഷന്റെ പരമായിട്ടും ഇത് പറയാം. അത് ഹാരപ്പൻ തന്നെയായിട്ട് നമുക്ക് പറയാം. എക്സാംപ്ലിഫൈസ് ആർക്കിടെക്ചർ, ടെക്നോളജി ആൻഡ് ലാൻഡ്സ്കേപ്പ്. അതെന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചർ പരമായിട്ട് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം? ഫേമസ് ആയിരിക്കണം. ടെക്നോളജിക്കൽ പരമായിട്ടും അതിന്റെ ലാൻഡ്സ്കേപ്പ് പരമായിട്ടും അതെന്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് എടുത്തു നിൽക്കുന്നതാണെങ്കിൽ അതിനെയും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കും. ഇന്ത്യയിലെ റാണി കി വാവ്, ഈ എക്സാമ്പിളെല്ലാം പറയുന്ന ഇന്ത്യയുടെ വെച്ചിട്ടാണ്. റാണി കി വാവ് അതിനൊരു എക്സാമ്പിൾ ആണ്. ഈ ഓരോ സൈറ്റുകൾ നമ്മൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ക്രൈറ്റീരിയ വെച്ച് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അടുത്ത ഷോസ് ട്രഡീഷണൽ സെറ്റിൽമെന്റ് ലാൻഡ് ഓർ സീ യൂസ്. അതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം ബിംബേക്ക റോക്കറ്റ് കേവിനെ പറ്റി പറയാം, അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടർ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ സെറ്റിൽമെന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു റോക്കറ്റ് കേവ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് വെച്ചിട്ട് നമുക്ക് അതിനെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഷോസ് ട്രഡീഷണൽ സെറ്റിൽമെന്റ് ലാൻഡ് ഓർ സീ യൂസ്. അതും ഒരു ക്രൈറ്റീരിയ ആണ്. അടുത്ത കൾച്ചറൽ ക്രൈറ്റീരിയ ആണ് ലിങ്ക്സ് ടു ഈവൻസ്, ഐഡിയാസ് ഓഫ് യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ്. എന്താണ്? ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആയിരിക്കണം. അതെന്തായിരിക്കും? യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ് ഉള്ളതായിരിക്കണം. അങ്ങനെയുള്ളതും എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഉൾപ്പെടുത്തുന്നത് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാനായി നമുക്ക് അടുത്ത ഇത് പറയാം. ഇപ്പൊ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അതെന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കാം. ഓക്കെ, അടുത്തത് നാച്ചുറൽ സൈറ്റുകൾക്ക് 4 ക്രൈറ്റീരിയാസ് ആണ് അവർ പറയുന്നത്. ഒന്ന് ഡിസ്പ്ലേസ് സൂപ്പർലെറ്റീവ് നാച്ചുറൽ ഫിനോമിനൻ ഓർ ഫീച്ചർ. ഒരു സൂപ്പർലെറ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ഫിനോമിനനോ ഫീച്ചറോ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. ഇപ്പം നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് അതൊരു നാച്ചുറൽ ഫിനോമിനൻ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു സ്ഥലത്തെ എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഉത്തരാഖണ്ഡിലാണ് നമ്മൾ പഠിക്കും. ഉത്തരാഖണ്ഡ് ആ ഒരു ഏരിയയിലായിട്ടാണ് ഇത് വരുന്നത്, വാലി ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, അടുത്തത് റെപ്രസെന്റ് എർത്ത്സ് എവല്യൂഷണറി ഹിസ്റ്ററി. എർത്തിന്റെ എവല്യൂഷണറി ഹിസ്റ്ററി പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ്. അത് നമുക്ക് ഇന്ത്യയിൽ അതിന് ഉള്ള എക്സാമ്പിൾ ഒന്നുമില്ല, ഈജിപ്തിലൊക്കെ അതിനുള്ള എക്സാമ്പിളുകൾ ഉണ്ട്. ഇപ്പം വെയിൽ വാലി എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. എർത്തിന്റെ എവല്യൂഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സൈറ്റുകളും എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? നാച്ചുറൽ സൈറ്റ് ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. അടുത്ത എക്സാംപ്ലിഫൈസ് എക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്. ഇതും എന്താണ്? ഒരു നാച്ചുറൽ സൈറ്റിന്റെ ക്രൈറ്റീരിയ ആണ്. എക്കോളജിക്കൽ പരമായിട്ടും ബയോളജിക്കൽ പരമായിട്ടും ആ ഒരു പ്രോസസ്സ് എക്സാംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും? ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇപ്പൊ സുന്ദർബൻ
സുന്ദർബൻ മാംഗ്രൂവ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഒരു ഇതിനെ എന്തായിട്ട് ഇതെടുത്തിട്ടുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലാണ് ഇത് വരുന്നത്. ഈ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ മാംഗ്രൂവ്സിനെ അല്ലെങ്കിൽ സുന്ദർബൻ ആ ഒരു ഏരിയയും എന്തായിട്ട് എടുത്തിട്ടുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഉൾപ്പെടുത്തി. അതിന് കാരണം ഇത് എക്കോളജിക്കൽ പരമായിട്ടും ബയോളജിക്കലി എന്താണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹോസ്റ്റ് ക്രിട്ടിക്കൽ ഹാബിറ്റാറ്റ്സ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതായത് ക്രിട്ടിക്കൽ ഹാബിറ്റേറ്റുകൾ. ഇപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു വെസ്റ്റേൺ ഘട്ട് ഏരിയ കേട്ടിട്ടില്ലേ? വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ്. ഈ ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടിനെ എന്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു നാച്ചുറൽ സൈറ്റ് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, കൾച്ചറൽ പരമായിട്ടും ഏത് പരമായിട്ടും നാച്ചുറൽ പരമായിട്ടും ഉള്ള ഹെറിറ്റേജ് സൈറ്റുകൾ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 44 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇപ്പം ഈ ഒരു 2026 ജാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 44. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പം പുതിയത് എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കും. 2025 ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് സൈറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നമ്പർ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾ എക്സാമിന്റെ സമയമാകുമ്പോൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ 44 എണ്ണത്തിൽ 36 എണ്ണം കൾച്ചറൽ സൈറ്റുകളാണ്. അതുപോലെ 7 എന്താണ്, നാച്ചുറൽ സൈറ്റുകളുമാണ്. ഒരെണ്ണം മിക്സഡ് ഹെറിറ്റേജ് സൈറ്റുമാണ്. ആ കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് കൾച്ചർ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യും, കൾച്ചറൽ സൈറ്റുകളെല്ലാം പഠിക്കും. അതിനുശേഷം നാച്ചുറൽ സൈറ്റ് പഠിക്കും. അതിനുശേഷം മിക്സഡ്. ആ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പഠിച്ച് പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് കൾച്ചറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ്. ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ആഗ്ര ഫോർട്ട്. നിങ്ങളിത് പഠിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇയറും കൂടെ എന്ത് ചെയ്യുക, നോക്കി വെക്കാൻ ശ്രമിക്കുക. ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് 1983 ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്, ഉത്തർപ്രദേശിലാണ്. മുഗൾ എംപയർ ആയിട്ടുള്ള അക്ബർ ആണ് ഇതിന്റെ എന്ത് ചെയ്തത്, പണി കഴിയിപ്പിച്ചത്. അല്ലെങ്കിൽ ബിൽറ്റ് ബൈ ആരാണ്, അക്ബർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നോൺ ആസ് റെഡ് ഫോർട്ട് ഓഫ് ആഗ്ര എന്നാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആഗ്ര ഫോർട്ട് എവിടെയാണ്, ഉത്തർപ്രദേശിലാണ്. ആരാണ് പണി കഴിപ്പിച്ചത്, അക്ബർ ആണ്. ഇതൊരു എന്ത് പരമായിട്ട്, കൾച്ചറൽ പരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. അടുത്ത അജന്ത കേവ്. അജന്ത കേവും 1983 തന്നെയാണ്. മഹാരാഷ്ട്രയിലെ വിന്ധ്യ റേഞ്ചസിലാണ് ഇതെന്ത് ചെയ്യുന്നത്. വിന്ധ്യ സത്പുര റേഞ്ചസ് ഇല്ലേ, അതിലെ വിന്ധ്യയല്ല സത്പുര റേഞ്ചസിൽ, വിന്ധ്യ റേഞ്ചസിൽ തന്നെയാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുന്നത്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അജന്ത കേവ് എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം നോക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഇതിനെ ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് കേവ് പെയിന്റിങ്ങുകളും റോക്കട്ട് ആർക്കിടെക്ചറും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അജന്ത കേവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏകദേശം 30 കേവുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൽ ഏകദേശം 29 എണ്ണം മാത്രമാണ് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണം അൺഫിനിഷ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ഏകദേശം 29 എന്തുണ്ട്, വിഹാരാസും 4 ചൈത്യാസും ഉണ്ട്. വിഹാരാസും ചൈത്യാസും എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ബുദ്ധിസ്റ്റ് മോങ്കുകളും നണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കേവുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ എക്സ്ക്ലൂസീവ്ലി ബുദ്ധിസ്റ്റ്, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് കേവുകളാണ്. ഈ കേവുകളെല്ലാം, ഈ 29 കേവുകളും ബുദ്ധിസ്റ്റ് കേവുകളാണ്. ഇവർ പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഫ്രെസ്കോ മെത്തേഡാണ്. അതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. ഈ ഫ്രെസ്കോ മെത്തേഡ് എന്ന് പറയുന്നത് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇവരുടെ ഈ റോക്കറ്റ് കേവുകളിൽ ധാരാളമായിട്ടും ജാതക സ്റ്റോറീസ് ആണ് കാണപ്പെടുന്നത്. അതായത് ബുദ്ധയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കേവുകളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ പാട്രണൈസ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്, ശതവാഹനാസും വാഗതകാസും ചേർന്നിട്ടാണ്. അതായത് ബുദ്ധിസത്തിന്റെ 2 സെക്റ്റുകളാണ് ഈ ഹീനായാനയും അതേ കണക്ക് തന്നെ മഹായാന എന്നും പറയുന്നത്. ഈ ഒരു ഹീനായാന മഹായാനയുമായി ബന്ധപ്പെട്ട കിങ്ഡംസ് ആണ്, അല്ലെങ്കിൽ ഡൈനാസ്റ്റികളാണ് ഈ ശതവാഹനയും വാഗതകാസും എന്ന് പറയുന്നത്. ഇവരാണ് ഇതിനെ പാട്രോൺ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേ കണക്ക് തന്നെ ചൈനീസ്
ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആയിട്ടുള്ള ഫാഹിയാനും ഹുയാൻ സാങ്ങും ഇതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേവ് ആണ് കേവ് 26. അത് ബുദ്ധയുടെ മഹാപരിനിർവാണ അല്ലെങ്കിൽ ബുദ്ധയുടെ ലൈഫിന്റെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ എന്താണ് റീബർത്തിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലേക്ക് വരുന്നതാണ് ഈ ഒരു മഹാപരിനിർവാണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് അടുത്തൊരു ലൈഫിലേക്ക് പോവുക എന്നാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. അപ്പോൾ മഹാപരിനിർവാണ ഓഫ് ബുദ്ധ പറയുന്ന കേവ് ഏതാണ്, ആ ഒരു പെയിന്റിങ് വരുന്നത്, ആ ഒരു ഇത് വരുന്നത് 26th കേവ് ആണ്. ആ ഒരു പടം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അജന്ത കേവ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എല്ലോറ കേവ് ആണ്. അജന്ത പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കേവ് ആണ് എല്ലോറ കേവ്. ഇത് എവിടെ തന്നെയാണ്, മഹാരാഷ്ട്രയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് എന്തുകൊണ്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വരാവുന്ന കാരണം എന്ന് വെച്ചാൽ ഇത് എന്താണ്, ഇന്ത്യൻ റോക്കറ്റ് ആർക്കിടെക്ചർ ആ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇതും കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് അല്ലേ? അപ്പോൾ ആ ഏത് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യയുടെ എന്തുമായിട്ട്, ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ബുദ്ധിസ്റ്റ് കേവുകളും ഹിന്ദു കേവുകളും അതുപോലെ തന്നെ ജെയിൻ കേവുകളും കാണപ്പെടുന്നുണ്ട്. ഏകദേശം 34 കേവുകളാണുള്ളത്. അതിൽ 17 ഹിന്ദു കേവുകളും 12 ബുദ്ധിസ്റ്റും 5 ജെയിനിസ്റ്റ് കേവുകളുമാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഈ ഒരു കൈലാസ ടെമ്പിൾ ആണ്. കൈലാസ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു എല്ലോറ കേവിലെ 34 കേവുകളിൽ 16ാമത്തെ കേവാണ് ഈ ഒരു കൈലാസ ടെമ്പിൾ. ഇത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് മോണോലിത്തിക് കേവാണ്, അതായത് ഒറ്റ ശിലയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ്. കേവല്ല ടെമ്പിൾ ആണ് എന്ന് പറയുന്നത്, കേവിലുള്ള ഒരു ടെമ്പിൾ ആണ് ഏത്, കൈലാസ ടെമ്പിൾ എന്ന് പറയുന്നത്. കൃഷ്ണ ഫസ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രകൂട ഡൈനാസ്റ്റിയിലുള്ള കിങ് ആണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കുറച്ച് ഇതും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അഡീഷണൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അതിന്റെ പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, അടുത്ത വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇതും 1983 തന്നെയാണ്. ഈ ആദ്യത്തെ 4 എണ്ണം പറഞ്ഞത് നമ്മൾ എവിടെ തന്നെയാണ്, 1983 ആദ്യമായിട്ട് പ്രഖ്യാപിച്ച സൈറ്റുകളാണ്. അതൊന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഏതാണ്, ഉത്തർപ്രദേശിലാണ് ഈ ഒരു താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അതേ കണക്കിന് മുഗളിന്റെ എറയിൽ ആരാണ് പണി കഴിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം. ഷാജഹാൻ അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ്, മുംതാസിന് വേണ്ടിയിട്ട്, മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് ഈ ഒരു താജ്മഹൽ എന്ന് പറയുന്നത്. ഇത് എന്താണ്, എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. ഇത് നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അതിന്റെ പടം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. അടുത്ത സൺ ടെമ്പിൾ അറ്റ് കൊണാർക്ക്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം 1984 തന്നെയാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, പണി കഴിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ്, ഒഡീഷയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ടെമ്പിൾ ആർക്കിടെക്ചർ ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്ന ഒഡീഷ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും, നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒഡീഷ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ അകത്താണ് ആ ഒരു ഇത് പ്രകാരമാണ് ഈ ഒരു സൺ ടെമ്പിൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 30th സെഞ്ചുറി ടൈമിലാണ് ഇത് നിർമ്മിച്ചത്. ആരാണ് നിർമ്മിച്ചത്, നരസിംഹ ഫസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയിൽ ഉള്ള ആളാണെന്നാണ് ടെക്സ്റ്റുവൽ ആയിട്ടുള്ള എവിഡൻസുകൾ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതേ കണക്ക് തന്നെ ഇത് ഏതിൽ വരുന്നതാണ്, ഒഡീഷ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് കലിംഗ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ടെമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനെ അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് പഗോഡ അല്ലെങ്കിൽ കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്, ഈ ഒരു കൊണാർക്കിലെ ഈ ഒരു സൺ ടെമ്പിൾ ആണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 10 റുപ്പി, ഇപ്പോഴത്തെ പുതിയ 10 റുപ്പി നോട്ടിന്റെ അകത്ത് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലെ 10 റുപ്പി നോട്ടിന്റെ ബാക്ക് സൈഡിലെ ഏതാണ്, കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഈ പടം നിങ്ങൾക്ക് ഓർമ്മ ആണോ അല്ലേ? ആ നോട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് മഹാബലിപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിനെ പറ്റിയാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു പ്ലേസ് ആണ്. ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് വെച്ചാൽ പല്ലവ ഡൈനാസ്റ്റി അവര് കുറേ ടൈപ്പ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ഷേത്രങ്ങളും എല്ലാം ആ ഒരു ടൈമിൽ ക്ഷേത്രങ്ങളിലോ കുറച്ച് ആർക്കിടെക്ചറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ്
മഹാബലിപുരം എന്ന് പറയുന്നത്. ആരാണ്? പല്ലവ ഡൈനാസ്റ്റി. പല്ലവ ഡൈനാസ്റ്റിയാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. പല്ലവ ഡൈനാസ്റ്റിയിൽ കുറെ ഗ്രൂപ്പുകളുണ്ട്. മഹേന്ദ്രവർമ്മൻ ഗ്രൂപ്പ്, നരസിംഹവർമ്മൻ ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു പഞ്ചരഥാസ് ആണ്. ഈ ഒരു പഞ്ചരഥാസും ഡിസെൻഡ് ഓഫ് ഗംഗയും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണുമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആർക്കിടെക്ചറുകളാണ്. ഈ ഒരു പഞ്ചരഥ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 5 ചാരിയോട്സ് ആണ്. ഇതാ ഈ ഒരു പടത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഈ ഒരു പഞ്ചരഥ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ദ്രൗപദി രഥ എന്ന് പറയുന്ന ഒരു രഥമുണ്ട്. അതായത് പഞ്ചപാണ്ഡവന്മാരില്ലേ, അവരെ 5 പേരെയും കൂടെ ഒരു 4 രഥത്തിലായിട്ട് ഉൾപ്പെടുത്തും. അതിന്റെ കൂടെ ദ്രൗപദിയും വരും. അർജുന രഥ, ഭീമരഥ, ധർമ്മരഥ, നകുല സഹദേവനെ ചേർത്തിട്ട് ഒറ്റ രഥത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അതേ കണക്ക് തന്നെ ഇതാണ് ഡിസെൻഡ് ഓഫ് ഗംഗ എന്ന് പറയുന്ന ആ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു പഞ്ചരഥയെ ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? നരസിംഹവർമ്മൻ എന്ന് പറയുന്ന ആളാണ്. അല്ലെങ്കിൽ മാമല ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ചറിൽ വരുന്നതാണ് ഈ ഒരു സ്ട്രക്ചേഴ്സ് എന്ന് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട. അത് നമ്മൾ എന്ത് ചെയ്യും, ആർക്കിടെക്ചർ പഠിക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, ക്ലിയർ. അടുത്ത ഇനി ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവ. ഗോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഗോവ പോർച്ചുഗീസുകാര് ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അല്ലെ. അപ്പോൾ ആ പോർച്ചുഗീസുകാർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് രൂപപ്പെട്ട കുറെ എന്തുണ്ട്, ചർച്ചസും കോൺവെന്റ്സും ഉണ്ട്. അതിനെയും എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ 1986 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് റെമനൻസ് ഓഫ് പോർച്ചുഗീസ് കൊളോണിയൽ ആർക്കിടെക്ചർ. പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എന്താണ് ആർക്കിടെക്ചേഴ്സ് ആണ് ഈ ഒരു ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് അവരുടെ മോണുമെന്റ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അത്ര ഇമ്പോർട്ടൻസ് ഒന്നും അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആർക്കിടെക്ചർ അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ബറോക്ക് സ്റ്റൈലും മാനുവലിൻ സ്റ്റൈൽ എന്ന് പറയുന്ന 2 സ്റ്റൈലുണ്ട്. ബറോക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ വീടുകൾ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾക്ക് സെപ്പറേഷൻ ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് ബിൽഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു ബറോക്ക് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അതുപോലെ തന്നെ ഇതൊന്ന് നോക്കി വെക്കുക. ചർച്ച് ഓഫ് ബോം ജീസസ് എന്ന് പറയുന്ന ആ ഒരു ചർച്ചിന്റെ അകത്ത്, അതായത് ഈ ഒരു ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവയിൽ വരുന്നതാണ് ഈ ചർച്ച് ഓഫ് ബോം ജീസസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആരുടെ ടോംബ് ഉണ്ട്? സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ടോംബ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലിയർ. ഇതിൻ്റെ അകത്ത് മേജർ ആയിട്ടുള്ള അവരുടെ ചർച്ചസും ഇതൊക്കെയാണ്, കോൺവെന്റ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യാം, നോക്കാം. അടുത്തത് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയെ 1986 ഉൾപ്പെടുത്തിയത്. ഇതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മുഗളിന്റെ സമയത്താണ് ഈ ഒരു ഫത്തേപൂർ സിക്രി എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? അക്ബറാണ്. ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? അക്ബറാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഇതിന്റെ സിറ്റി ഓഫ് വിക്ടറി എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഫത്തേപൂർ സിക്രിനെ എന്തെന്നറിയപ്പെടുന്നു? സിറ്റി ഓഫ് വിക്ടറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്ക് ആണ് ഏതെന്ന് പറയുന്നത് ജുമാ മസ്ജിദ്. ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട മോസ്ക് ആണ് എന്നുള്ള കാര്യം നോക്കി വയ്ക്കാം. ഓക്കെ, ക്ലിയർ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് ഹംപി. നിങ്ങൾക്ക് മിക്കുള്ളവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നതോ പോയതോ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത്? ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് ഹംപി എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? കർണാടകയാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ ഹംപി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റി ഓഫ് വിജയനഗര എംപയർ ആണ്. അവരുടെ ആർക്കിടെക്ചർ, വിജയനഗര ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഉണ്ട്. നമ്മൾ അതിൽ പഠിക്കും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അവിടെയാണ് ഈ ഒരു മോണുമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് ഹംപി എന്ന് പറയുന്നത്. അത് ഇവരുടെ ഈ ഒരു വിജയനഗര ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹംപിയെ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 50 rupees നോട്ടിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഹംപി എന്ന് പറയുന്ന സ്ഥലം തുംഗഭദ്ര എന്ന് പറയുന്ന റിവറിന്റെ ബാങ്കിലാണ്, തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് നോക്കി, അഡീഷണൽ വിവരങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. അതും 1986
ഉൾപ്പെടുത്തിയത് മധ്യപ്രദേശിലാണ്. ഖജുറാവോ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അതെന്താണ്? ഒരു റീജിയണൽ ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചറിന്റെ ഒരു റീജിയണൽ ഫോം ആണ് ഈ ഒരു ഖജുറാവോ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അത് മധ്യപ്രദേശ് ആ റീജിയനിൽ വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഹിന്ദു ജെയിൻ ടെമ്പിളുകളാണ് മേജർ ആയിട്ട് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെയും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഖജുറാവോ സ്കൂളിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ആരാണ്? ചണ്ടേല ഡൈനാസ്റ്റി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ടെമ്പിൾസ് ആണ് ഈ കന്ദരിയ മഹാദേവ ടെമ്പിൾ. ഇതെന്ന് പറയുന്നത് ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റിലെ ഏറ്റവും ലാർജസ്റ്റ് ടെമ്പിൾ ആണ്. നോക്കി വെക്കുക. കന്ദരിയ മഹാദേവ ടെമ്പിളും അതുകണക്ക് തന്നെ ലക്ഷ്മണ ടെമ്പിളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെമ്പിളുകളാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത നോക്കേണ്ടത് എലിഫന്റ കേവ്. എലിഫന്റ കേവ് 1987 മഹാരാഷ്ട്രയിലാണ്. ഇറ്റ് ഈസ് എ റോക്കറ്റ് കേവ് ആണ്. അത് ശൈവസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു എലിഫന്റ കേവ് സ്ഥിതി ചെയ്യുന്നത് എലിഫന്റ ഐലൻഡിലാണ്. ആ ഐലൻഡിനെ സിറ്റി ഓഫ് കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ മറ്റൊരു പേര് ഘാരാപുരി എന്നാണ്. ഘാരാപുരി എന്നറിയപ്പെടുന്നത് ഈ ഒരു എലിഫന്റ കേവ് അടങ്ങിയ എലിഫന്റ ഐലൻഡിനെയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലെ ഹാർബറിന്റെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് അത്രയും പഠിച്ചാൽ മതി. ഇതാണ് ആ ഒരു കേവ്. അടുത്തത് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾ 1987 2004 ഇത് ആഡ് ചെയ്തത്. ഓക്കെ, അതെന്തുകൊണ്ട് 2 വർഷം വരുന്നത് നമുക്ക് താഴോട്ടില്ല നമ്മൾ പറയാം. അപ്പോൾ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ചോള ഡൈനാസ്റ്റിയാണ്. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. അവരുടെ പ്രധാനപ്പെട്ട ടെമ്പിളുകളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നെന്ന് പറയുന്നത് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ. അതിനെ രാജേശ്വര ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. രാജരാജ ചോള ഫസ്റ്റ് ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്? ഏത് ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. രാജരാജ ചോള ശ്രീലങ്കയെ തോൽപ്പിച്ചപ്പോൾ, ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലത്തെ തോൽപ്പിച്ചപ്പോഴത്തേക്ക് അതിന്റെ വിക്ടറിക്ക് സൂചകമായിട്ടാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ. ആ പേര് മനസ്സിലാക്കുക. കാരണം ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് ഗംഗൈകൊണ്ട ചോളപുരവും നമുക്ക് പഠിക്കാറുണ്ട്. ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്? ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിളിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതാണ് ആദ്യം 1987 എന്ത് ചെയ്തിരിക്കുന്നത്? ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ലേറ്റർ ആയിട്ടാണ് 2004 ഈ 2 ടെമ്പിളുകളും ഈ ഒരു ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിളിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബൃഹദേശ്വര ടെമ്പിൾ ഗംഗൈകൊണ്ട ചോളപുരത്താണ്. അത് രാജേന്ദ്ര ചോള ഫസ്റ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഐരാവതേശ്വര ടെമ്പിൾ അറ്റ് എവിടെ? ധരാസുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് എവിടെയാണ്? അത് ആരാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? രാജരാജ ചോള സെക്കൻഡ് ആണ്. ആദ്യത്തത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ. ഇതാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും പടം കൊടുത്തത്. ഇതാണ് ആദ്യത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഓക്കെ, അതിൻ്റെ പടങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് പട്ടടയ്ക്കൽ. പട്ടടയ്ക്കൽ എന്ന് പറയുന്നത് കർണാടകത്തിലുള്ളൊരു സ്ഥലമാണ്. അവിടെയുള്ള കുറച്ച് മോണുമെന്റ്സിനെ ചേർത്ത് ഏതില്? WHS വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1987 ഉൾപ്പെടുത്തിയത്. ഇത് ചാലുക്യ ഡൈനാസ്റ്റി ടെമ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ചാലുക്യാസ് ഓഫ് ബദാമി എന്ന് പറയും. ബദാമി എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റലാണ്. അവിടെ ഉള്ള ആ ഒരു ചാലുക്യാസ് ആണ്, ഒരു റീജിയണൽ കിങ്ഡം ആണ്. ആ ഡൈനാസ്റ്റിക്കാരാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്, ഇത് പഠിച്ചു വെക്കുക. വിരുപക്ഷ ടെമ്പിൾ അറ്റ് പട്ടടയ്ക്കൽ, കർണാടക. വിരുപക്ഷ ടെമ്പിൾ ഉണ്ട്. അതുപോലെ കുറച്ച് ടെമ്പിളുകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ. അടുത്ത നോക്കാനുള്ളത് ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് അറ്റ് സാഞ്ചി. ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ ഏരിയയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇതാണ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്തൂപാസ് എന്ന് പറയുന്നത്. ഇതാണ് ഏതെന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് അറ്റ് സാഞ്ചി എന്ന് പറയുന്നത്. മധ്യപ്രദേശിലാണ്. ഓൾഡസ്റ്റ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ആണ് എന്ന് പറയുന്നത് ഈ ബുദ്ധിസ്റ്റ് മോണുമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ സാഞ്ചി സ്തൂപ എന്ത് ചെയ്തിട്ടുണ്ട്? 200 രൂപ നോട്ടിൽ 200 റുപ്പീസ് നോട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആർക്കിടെക്ചറിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഇതാണ് സ്തൂപ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹുമയൂൺസ് ടോംബ്. 1993
ഉൾപ്പെടുത്തിയത്. ഇത് എവിടെയാണ്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ദി ഏർലിയസ്റ്റ് ഗാർഡൻ ടോംബ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യ ഓർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയാം. എവിടെ? ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഗാർഡൻ ടോംബ്, ആദ്യത്തെ ഗാർഡൻ ടോംബ് ആണ് എവിടത്തെ? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ. ഓക്കെ, ക്ലിയർ അല്ലേ? ആർക്ക് മുമ്പ്? താജ്മഹലിന് മുമ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ആരുടെ? ഇറ്റ് ഈസ് കമ്മീഷൻഡ് ബൈ ഹുമയൂൺസ് വിഡോ, അല്ലെങ്കിൽ ഹുമയൂൺസിന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന ഹാജി ബീഗം ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ആരാണ് ഇതിന്റെ ഡിസൈൻ റെഡിയാക്കിയത്? പേർഷ്യൻ ആർക്കിടെക്ട് ആയിട്ടുള്ള മിറാഖ് മിർസ ഖിയാസ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റെഡിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇമേജ്. ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത കുത്തബ് മിനാർ ആൻഡ് ഇറ്റ്സ് മോണുമെന്റ്സ്. കുത്തബ് മിനാറും അതിന്റെ മോണുമെന്റ്സും അടങ്ങിയതാണ് അടുത്ത സൈറ്റ് എന്ന് പറയുന്നത്. 1993 തന്നെയാണ്. എവിടെയാണ്? ഡൽഹിയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 13ാമത്തെ സെഞ്ചുറിയിൽ കുത്തബ്ദീൻ ഐബക്ക് ആണ് ഇതെന്ത് ചെയ്തത്? ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് ലേറ്റർ ആയിട്ട് ഫിറോസ് ഷാ തുഗ്ലക്കും സിക്കന്ദർ ലോധിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ റിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഷേർഷാ സൂരി ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എൻട്രൻസും സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ഇത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഈ ഒരു കുത്തബ് മിനാർ എന്ന് പറയുന്ന കുത്തബ്ദീൻ ബക്തിയാർ ഖാക്കി എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്ത ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കുത്തബ് മിനാർ എന്ത് ചെയ്തിരിക്കുന്നത്? പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഒരു എൻട്രൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് അതിന്റെ പേര് അലൈ ദർവാസ എന്നാണ്. അലൈ ദർവാസ. ഈ അലൈ ദർവാസയും പണി കഴിപ്പിച്ച ആരാണ്? കുത്തബ്ദീൻ ഐബക്ക് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അലൈ ദർവാസയും ഇതിന്റെ പാർട്ടാണ്. അലൈ ദർവാസ പണി കഴിപ്പിച്ചത് കുത്തബ് മിനാർ. ഇത് എന്താണ്? ഇതിന്റെ എൻട്രൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്തിന്റെ എൻട്രൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്? കുത്തബ് മിനാറിന്റെ എൻട്രൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജി ആണ്. ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അലാവുദ്ദീൻ ഖിൽജി ആണ് അലൈ ദർവാസ പണി കഴിപ്പിച്ചത്. ഇത് എന്താണ്? എൻട്രൻസ് ഓഫ് കുത്തബ് മിനാർ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഞാൻ അത് കൂടുതലായിട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മൗണ്ടൈൻ റെയിൽവേസ് ഓഫ് ഡാർജിലിംഗ്, കൽക്ക, ഷിംല ആൻഡ് നീലഗിരി. ഇതെന്ന് പറയുന്നത് ഒരു റെയിൽവേ ലൈനാണ്. റെയിൽവേ ലൈൻ ഓഫ് എവിടെ നിന്ന് എവിടം വരെ? ഡാർജിലിംഗിൽ നിന്ന് തുടങ്ങി കൽക്ക, ഷിംല, നീലഗിരി വരെ വരുന്ന ആ ഒരു റെയിൽവേയുടെ മൗണ്ടൈൻ റെയിൽവേ ആണ്. ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് എവിടെയൊക്കെ ആയിട്ടാണ്? ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ, നീലഗിരി തമിഴ്നാട്, എവിടെ? കൽക്ക, ഷിംല, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലാണ്. ഇത്രയും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? മൗണ്ടൈൻ റെയിൽവേ എന്ന് പറയുന്നത്. ഏതൊക്കെ വരും? വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് വരും, തമിഴ്നാട്ടിലെ നീലഗിരി വരുന്നുണ്ട്, കണക്ക് തന്നെ കൽക്ക, ഷിംല അതെവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. ഈ മൂന്നും കൂടെ ചേർത്താണ് എന്തെന്ന് പറയുന്നത്? മൗണ്ടൈൻ റെയിൽവേ എന്ന് പറയുന്നത്. ഏകദേശം 1881 ഈ ഒരു റെയിൽവേ ഓപ്പൺ ചെയ്തത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഈ ഒരു സൈറ്റ് പഠിച്ചു വയ്ക്കുക. ഇത് എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത റോക്ക് ഷെൽട്ടർ ഓഫ് ബിംബേദ്കയെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? ഹിസ്റ്ററിയുടെ അകത്ത് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ അകത്ത് പഠിക്കുന്ന ഒരു സ്ഥലമാണ്. മധ്യപ്രദേശിലുള്ള ഒരു റോക്ക് കേവ് ആണ്, റോക്ക് ഷെൽട്ടർ ആണ് ഏതെന്ന് പറയുന്നത്? ബിംബേക്ക എന്ന് പറയുന്നത്. 2003 ഇതിനെ എന്തിൽ ഉൾപ്പെടുത്തിയത്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എവിടെയാണ് വരുന്നത്? ഫുഡ് ഹിൽസ് ഓഫ് വിന്ധ്യ മൗണ്ടൻസിലാണ് ഇത് വരുന്നത്. ഇതൊരു പ്രീ ഹിസ്റ്റോറിക്, ഹിസ്റ്ററിയുടെ പല ഘട്ടങ്ങളുണ്ട്, അതിൽ പ്രീ ഹിസ്റ്റോറിക് റോക്ക് പെയിന്റിങ്ങുകൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് അതിലെ പെയിന്റിങ്ങുകളൊക്കെ പറയുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കൂടുതൽ പിക്ചേഴ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ. അടുത്തത് ചമ്പനീർ പാവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് 2004 വന്നതാണ്. ചമ്പനീർ പാവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് 2004 വന്നതാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇതെന്ന് പറയുന്നത് പ്രീ മുഗൾ ഇസ്ലാമിക് സിറ്റി ആൻഡ് ഫോർട്ട് ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്?
ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വേൾഡ് ഹെറിറ്റേജ് കൾച്ചറൽ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അതിന്റെ ഇമേജസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊരു സിറ്റിയാണ്, പ്രീ ഇസ്ലാമിക് സിറ്റി ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത ഛത്രപതി ശിവജി ടെർമിനസ്. അതായത് ഇതൊരെന്താണ്, ഒരു റെയിൽവേ ടെർമിനസ് ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ വിക്ടോറിയ ടെർമിനസ് എന്നും ടെർമിനസ് സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. എവിടെയാണ്? മുംബൈയിലായിട്ടാണ് വരുന്നത്. ഛത്രപതി ശിവജി ടെർമിനസ് എന്ന് പറയും. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളെ പേരൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഫെഡറിക് വില്യം സ്റ്റീവൻസ് ആണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏത് സ്റ്റൈല്? വിക്ടോറിയൻ ഗോതിക് സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ ഇമേജ്. ഒരു ഗോതിക് സ്റ്റൈലൊക്കെ മോഡേൺ സ്റ്റൈലിൻ്റെ അകത്ത് നമ്മൾ, അല്ലെങ്കിൽ മോഡേൺ അതേ കണക്ക് തന്നെ ബ്രിട്ടീഷ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്റ്റൈലാണ് ഈ ഒരു ഗോതിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഗോതിക് സ്റ്റൈലിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അടുത്ത റെഡ് ഫോർട്ട് കോംപ്ലക്സ് 2007 ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, വേൾഡ് ഹെറിറ്റേജ് കൾച്ചർ സൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഡൽഹിയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതെന്താണ്, 17th സെഞ്ചുറിയിൽ കൊണ്ടുവന്നിട്ടുള്ള മുഗൾ പാലസ് ഫോർട്ട് ആണ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോർട്ട് ആരാണ് പണിയെഴുപ്പിച്ചത്? ഷാജഹാനാണ് പണിയെഴുപ്പിച്ചത്. ഇതിനെ എന്തായിട്ടാണ്, പാലസ് ഫോർട്ട് ഓഫ് ഷാജഹാനാബാദിന്റെ പാലസ് ഫോർട്ട് ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. റെഡ് ഫോർട്ട് കോംപ്ലക്സ് 2007 എവിടെയാണ്? ഡൽഹിയിലാണ്. ആരാണ് പണി കഴിപ്പിച്ചത്? ഷാജഹാനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അടുത്ത ഇനി ജാൻദാർ മാൻദാർ ജയ്പൂർ. എന്താണ് ജാൻദാർ മാൻദാർ ജയ്പൂർ? 2010 എന്ത് ചെയ്തു, വേൾഡ് ഹെറിറ്റേജ് കൾച്ചറൽ സൈറ്റ് ആയിട്ട് എടുത്തു. എവിടെയാണ്? രാജസ്ഥാനിലുള്ളതാണ് ഈ ഒരു ജാൻദാർ മാൻദാർ ജയ്പൂർ എന്ന് പറയുന്നത്. ജയ്പൂരിലാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയത്? ഇതൊരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സൈറ്റ് ആണ്. ഇതാണ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സൈറ്റ് ആണ്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റിംഗ് എംപയേഴ്സ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് എന്താണ്? ഒരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സൈറ്റ് ആണ്. ഓക്കെ, എവിടെയാണ്? ജയ്പൂർ, രാജസ്ഥാനിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കാരണം ഇതിന്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അടുത്ത ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഹിൽ ഫോർട്ട്സ് ആണ്. 2014 ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്താണ്? മാസീവ് ആയിട്ടുള്ള ഹിൽ ഫോർട്ടുകളാണ്. ഇത് ആരാണ് ഈ ഒരു ഫോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? രാജ്പുത് കിങ്ഡം ആണ്. അവരുടെ പവറിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടാണ്, ഫോർട്ടുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കാണപ്പെടുന്നത്. ഇതാണ് അടുത്ത വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏകദേശം 6ഓളം ഫോർട്ടുകളാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റാണി കി വാവ് ആണ്. റാണി കി വാവ് അല്ലെങ്കിൽ ക്യൂൺ സ്റ്റെപ്പ് വെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2014 ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് എന്തെന്നാണ് അറിയപ്പെടുന്നത്? റാണി കി വാവിന്റെ ഇംഗ്ലീഷ് ഇതാണ് പറയുന്നത്. എന്താണ്? ക്യൂൺ സ്റ്റെപ്പ് വെൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റൈലും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. മാരു ഗുജറാത്ത് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇവയെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണ്. അതിലാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഈ റാണി കി വാവിനെ 100 രൂപ നോട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ ഏതാണ്? റാണി കി വാവ് 100 രൂപ നോട്ടിലാണ്. ഇത് നമ്മൾ ഓരോ നോട്ടും ഇപ്പൊ 50 റുപ്പീസിൽ ഏതാണെന്ന് നമ്മൾ പഠിച്ചു, 200 റുപ്പീസിൽ ഏതാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതേ കണക്ക് ഇപ്പൊ 100 റുപ്പിയുടെ കേസും നമ്മൾ എന്ത് ചെയ്തു, നോക്കി. അതുപോലെ തന്നെ 10 റുപ്പി നോട്ടിന്റെ അകത്ത് ഉൾപ്പെടുത്തിയ കേസും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. ഓരോ നോട്ടിലും അതിന്റെ ബാക്ക് സൈഡിൽ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. ഇതാണ് റാണി കി വാവ്. അടുത്തത് ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവിഹാര. ഏതാണ് അടുത്ത സൈറ്റ്? 2016 ഇതിനെ ഉൾപ്പെടുത്തിയത്. ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവീരയാണ്, ബീഹാറിലാണ്. ഇത് എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ മഹായാന ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് സെക്ട് ഉണ്ട്. അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർക്കിയോളജിക്കൽ റെമനൻസ് ഓഫ് ആരാണ്? മഹായാന ബുദ്ധിസം ആൻഡ് മൊണാസ്റ്റിക് ലേണിംഗ്
ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നളന്ദ യൂണിവേഴ്സിറ്റി, നളന്ദ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് പഠിച്ചു വെക്കുക. ഇത് എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കത്തും അല്ലെ. നളന്ദ യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ, ബീഹാറിലുള്ള, അത് ഇതിന്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി. ഇതിൻ്റെ അകത്ത് ഏതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ബുദ്ധിസത്തെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഏത് ബുദ്ധിസം, മഹായാന ബുദ്ധിസമാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കിടെക്ചർ വർക്ക് ഓഫ് ലേ കോർബ്യൂസിയർ എന്ന് പറയുന്ന അടുത്തൊരു ഇതാണ്. ആർക്കിടെക്ചർ വർക്ക് ഓഫ് ലേ കോർബ്യൂസിയർ എന്ന് പറയുന്നതാണ് അടുത്തത്. അതെവിടെയാണ്, ഛത്തീസ്ഗഡിലാണ്, ചണ്ഡീഗഡിലാണ്. ഛത്തീസ്ഗഡിൽ ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുമില്ല, ലോകത്ത് പല സ്ഥലത്തായിട്ട് അത്രയധികം മോഡേൺ മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടായിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. അതായത് 17 ബിൽഡിംഗ് പ്രോജക്റ്റുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ദ ആർക്കിടെക്ചർ വർക്ക് ഓഫ് ലേ കോർബ്യൂസിയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചണ്ഡീഗഡിലുണ്ട്. ചണ്ഡീഗഡിന്റെ ക്യാപിറ്റോൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇതിന്റെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ചണ്ഡീഗഡ് ക്യാപിറ്റോൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് ഏതിൻ്റെ അകത്ത്, ഈ ഒരു 17 കോംപ്ലക്സിൻ്റെ അകത്ത് വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ദ ആർക്കിടെക്ചർ വർക്ക് ഓഫ് ലേ കോർബ്യൂസിയർ എന്ന് പറയുന്നത്. 2016 ഉൾപ്പെടുത്തിയത്, ചണ്ഡീഗഡിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കാൻ പോകുന്നത്, അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് സിറ്റി ഓഫ് അഹമ്മദാബാദ്. സിറ്റി ഓഫ് അഹമ്മദാബാദ് 2017 ഗുജറാത്തിലാണ്. ഇതിനെ എന്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് സിറ്റി ഓഫ് അഹമ്മദാബാദ് ഫൗണ്ട് ചെയ്തത്? സുൽത്താൻ അഹമ്മദ് ഷായാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് റിവറിന്റെ തീരത്താണ്? സബർമതി റിവറിന്റെ തീരത്താണ്. ഇതെന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ. അടുത്ത സൈറ്റ് വിക്ടോറിയൻ ഗോതിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾ ഓഫ് മുംബൈ. വിക്ടോറിയൻ ഗോതിക് ആൻഡ് ആർട്ട് ഡീക്കോ എൻസെമ്പിൾ ഓഫ് മുംബൈ എന്ന് പറയുന്നത് 2018 ഉൾപ്പെടുത്തിയാണ്. മഹാരാഷ്ട്രയിലാണ്. അതായത് നിങ്ങൾ ഗോതിക് സ്റ്റൈലൊക്കെ കേട്ടിട്ടില്ലേ, ആ ഗോതിക് സ്റ്റൈലും അതുപോലെ തന്നെ ആർട്ട് ഡീക്കോ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ആർക്കിടെക്ചർ രീതിയാണ്. ആ രീതിയെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇതിനെയും എന്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ്, ആർക്കിടെക്ചർ ഫോം ആണ്, അതുകൊണ്ടാണ് അതിനെ ഉൾപ്പെടുത്തിയത്. എന്താണ്, കൾച്ചറൽ ആണ്. എന്ന് വെച്ചാൽ ഗോതിക് സ്റ്റൈൽ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. അതുപോലെ തന്നെ ആർട്ട് ഡേക്കോ എന്ന് പറയുന്നതും പണ്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫോം ആണ്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ആർക്കിടെക്ചറിന്റെ ഒരു ഇതാണ്, പടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ജയ്പൂർ സിറ്റി. ജയ്പൂർ സിറ്റി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു സിറ്റിയാണ്. ഇതിനെ 2019 എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? ഇറ്റ് ഈസ് എ പ്ലാൻഡ് സിറ്റി. പ്ലാൻഡ് സിറ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അത് എവിടത്തെ ക്യാപിറ്റൽ ആയിരുന്നു? ആംബർ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഈ ഒരു ജയ്പൂർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാൻഡ് സിറ്റി. ഇത് ഫൗണ്ട് ചെയ്തത് 1727 സവായി ജയ് സിംഗ് സെക്കൻഡ് എന്ന് പറയുന്ന ആളാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ജയ്പൂർ സിറ്റി ആരാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? സവായി ജയ് സിംഗ് സെക്കൻഡ് ആണ്. ഓക്കെ, ക്ലിയർ. അതിന്റെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അടുത്ത ധോളവീര, ഹാരപ്പൻ സിറ്റി 2020 ഉൾപ്പെടുത്തിയ ഒരു സൈറ്റ് ആണ് ഈ ഒരു ധോളവീര എന്ന് പറയുന്നത്. ധോളവീര എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഏതെന്ന് പറയുന്നത്? ധോളവീര എന്ന് പറയുന്നത് ഒരു ഹാരപ്പൻ സിറ്റിയാണ്. ഈ IVC ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാരപ്പൻ സിറ്റി എന്ന് അവിടെ പറയുന്നത്. ഇത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇവിടെ നിന്ന് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IVCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റിമൈനിങ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു വാട്ടർ റിസർവോയേഴ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കണക്കിന് യൂണിക് വാട്ടർ ഹാർനസിങ് സിസ്റ്റം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന്
കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അത് സംഭരിക്കാനുള്ള രീതികളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിറ്റി IVCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. അതേ കണക്ക് തന്നെ ഇതിനെ ഈ കൾച്ചറൽ പരമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസും ഉള്ളത് കൊണ്ടാണ് ധോളവീരയെ എന്ത് ചെയ്തത്, ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. സിറ്റിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് IVCയിലെ സിറ്റികളെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് തിരിക്കുന്നത്. സിറ്റാഡൽ എന്ന് പറയുന്ന ഒരു അപ്പർ ടൗണും കാണും, ഒരു ലോവർ ടൗൺ ആയിട്ടുള്ള ബാക്കിയുള്ള അപ്പർ ടൗൺ ആയിട്ടുള്ള സിറ്റാഡലും ലോവർ ടൗണും കാണും. അപ്പർ ടൗണിൽ മേജർ ആയിട്ടും കാണപ്പെടുന്നത് ഈ റൂളേഴ്സ് ആയിരിക്കും, ലോവർ ടൗണിൽ സാധാരണപ്പെട്ട ആൾക്കാരുമാണ് കാണുന്നത്. ഇങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദി സിറ്റീസിന്റെയും രീതി എന്ന് പറയുന്നത്. പക്ഷെ ധോളവീരയിലേക്ക് വരുമ്പോൾ ധോളവീരയില് 3 ആയിട്ടാണ് ഇവയെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് സിറ്റാഡലും കാണും, ലോവർ ടൗണും കാണും, അതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ടൗണും കാണും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ. അടുത്ത ഇനി കാകതീയ രുദ്രേശ്വര ടെമ്പിൾ. കാകതീയ രുദ്രേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ രാമപ്പ ടെമ്പിൾ എന്ന് പറയും. തെലങ്കാനയിലുള്ള ഒരു ടെമ്പിൾ ആണ്. കാകതീയ ഡൈനാസ്റ്റി ആണ് ഇതിനെന്ത് ചെയ്തിരിക്കുന്നത്, ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത്രയും എന്താണ് കൾച്ചറൽ പരമായിട്ട് മനുഷ്യൻ നിർമ്മിച്ചെടുത്തയാണ് അല്ലെ. അപ്പോഴത്തേക്ക് അതും എന്താണ് കൾച്ചറൽ പരമായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ശാന്തിനികേതൻ. ശാന്തിനികേതൻ 2023 റീസെന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയതാണ്. എവിടെയാണ്, വെസ്റ്റ് ബംഗാളാണ്. ഇറ്റ് ഈസ് എ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സെന്റർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, 2001 രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അതിന്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഇവിടെയാണ് എന്ത് ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യവും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ദ സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ദി ഹൊയ്സാല. ഹൊയ്സാലാസ് എന്ന് പറയുന്ന ഹൊയ്സാല ടെമ്പിൾസ് ഉണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ വരുന്നതാണ് ഈ ഹൊയ്സാല ടെമ്പിൾസ് എന്ന് പറയുന്നത്. എവിടെയാണ്, കർണാടകയിലാണ്. ഹൊയ്സാല ഡൈനാസ്റ്റി ആണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ഹൊയ്സാലാസ് ഓഫ് ബേലൂർ, ഹൊയ്സാല ടെമ്പിൾസ് ഓഫ് ബേലൂരുമുണ്ട്. കണക്കന്നെ സോമനാഥപുര ടെമ്പിൾ അറ്റ് കർണാടകയും ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് പോവുക. അടുത്ത ഇനി മൊയ്താംസ്. മൊയ്താംസും റീസെന്റ് ആയിട്ടുള്ള അഡീഷൻ ആണ്, 2024 ഇതെന്ന് പറയുന്നത് എന്താണ്, ഓൾഡ് ബറിയൽ മോൺസ് ആണ്. ഓൾഡ് ബറിയൽ മോൺസ് ആണ് എന്ന് പറയുന്നത്. ഈ മൊയ്താംസ് എന്ന് പറയുന്നത് ഇതെവിടെയാണ്, ആസാമിലാണ്. ഇത് റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. മൊയ്താംസ് എന്ന് വെച്ചാൽ എന്താണ്, ഓൾഡ് ബറിയൽ മോൺസിനെയാണ് എന്തെന്ന് പറയുന്നത്, മൊയ്താംസ് എന്ന് പറയുന്നത്. ഇത് ആരാണ് കൊണ്ടുവന്നത്, അഹം ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയാണ് ഈ ഒരു മൊയ്താംസ് കൊണ്ടുവന്നത്. അതായത് ബറിയൽസ് ആണ്, ബറിയൽ മോൺസ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു മൊയ്താംസ് എന്ന് പറയുന്നത്. അടുത്തത് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ 2025 ഇത് ആഡ് ചെയ്തത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ 2025 മഹാരാഷ്ട്ര തമിഴ്നാടിലായിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, കാണപ്പെടുന്നത്. ഏകദേശം ഇതിൻ്റെ അകത്ത് ഏകദേശം 12 ഫോർട്ടുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ 11 മഹാരാഷ്ട്രയിലും 1 എവിടെയുമായിട്ടാണ്, തമിഴ്നാട്ടിലുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്താണ്, സാൽഹർ, അതുപോലെ തന്നെ ശിവ്നേരി, അത് കണക്ക് തന്നെ ലോഹ്ഗാഡ്, അത് കണക്ക് തന്നെ കന്തേരി, റായ്ഗഡ് 2 ഉണ്ട്, 2 സൈഡിലായിട്ട് വരുന്ന റായ്ഗഡ്, പ്രതാപ്ഗഡ്, അതുപോലെ തന്നെ സുവർണ ദുർഗ്, പൻഹാല, വിജയദുർഗ്, സിന്ധുദുർഗ് എന്ന് പറയുന്ന ഇത്രയും സ്ഥലങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ പാർട്ട് മാത്രമാണ് ഇത്. അത് കണക്കിന് തമിഴ്നാട്ടിൽ നിന്ന് ഒന്നില്ലേ, അതാണ് ജിൻഗി ഫോർട്ട്. ഇത്രയും അടങ്ങിയതാണ് ഈ ഒരു മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫോർട്ടുകളെല്ലാം ഡിഫറെന്റ് ടെറൈൻസിൽ വരുന്നതാണ്. ചിലത് കോസ്റ്റൽ ഇതിൽ വരുന്നതാണ്, ഹിൽ ടോപ്പിൽ വരുന്നതാണ്, അങ്ങനെ പല ടൈപ്പ് ഇത് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അതില് ഈ ഒരു സാൽഹർ ഇത് ഇത്രയും വരുന്നത് എവിടെയാണ്? ഹിൽ ഫോർട്ടുകളാണ്. എന്താണ്? മലകളുടെ മണ്ടയിൽ കാണപ്പെടുന്ന ഫോർട്ടുകളാണ്. അതേസമയം പ്രതാപ്ഗഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫോർട്ടാണ്. എന്താണ്? ഫോറസ്റ്റ് ഫോർട്ടാണ്. അതേ കണക്ക് തന്നെ പൻഹാല എന്ന് പറയുന്നത് എന്താണ്? ഹിൽ പ്ലേറ്റ്യൂ ഫോർട്ടാണ്. ഹിൽ പ്ലേറ്റ്യൂ എന്ന് വെച്ചാൽ ഹില്ലിന്റെ കൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഇങ്ങനത്തെ പ്ലേറ്റ്യൂസ്. പ്ലേറ്റ്യൂ എന്താണെന്നൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കും. ഓക്കെ, അടുത്ത വിജയ് ദുർഗ് എന്ന് പറയുന്നത് കോസ്റ്റൽ ഫോർട്ടിന് എക്സാമ്പിൾ ആണ്. എന്താണ്? കോസ്റ്റൽ ഫോർട്ടിന് എക്സാമ്പിൾ ആണ്. ഈ കന്തേരിയും സുവർണദുർഗും സിന്ധുദുർഗം എന്നൊക്കെ പറയുന്നത് ഐലൻഡ് ഫോർട്ടാണ്. ഇത്ര പല ടൈപ്പ് ഫോർട്ടുകളാണ്. ഒരേ ഹിൽ ഫോർട്ടുകൾ മാത്രമല്ല, ഹിൽ ഫോർട്ട് ഉണ്ട്, കോസ്റ്റൽ ഫോർട്ട് ഉണ്ട്, ഫോറസ്റ്റ് ഫോർട്ട് ഉണ്ട്, ഹിൽ പ്ലേറ്റ്യൂ ഫോർട്ട് ഉണ്ട്, അങ്ങനെ പല ഐലൻഡ് ഫോർട്ട് ഉണ്ട്. ഇത്രയും അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോർട്ടുകൾ ചേർന്നതാണ് ഈ ഒരു മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലേറ്റസ്റ്റ് അഡിഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് കൾച്ചറൽ സൈറ്റ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കൾച്ചറൽ കഴിഞ്ഞു, ഇനി നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇനി നോക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണമാണുള്ളത്. ആ 7 എണ്ണം ഓരോന്നായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാസിരംഗ നാഷണൽ പാർക്ക്. ഇത് നാച്ചുറൽ ആണ്. 1985 ഇതിനെ ആഡ് ചെയ്തത്. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക്? ആസാമിലാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വേൾഡ്സ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് വൺ ഹോൺഡ് റൈനോസേഴ്സ്. ഒറ്റ കൊമ്പുള്ള റൈനോസേഴ്സ് കാണപ്പെടുന്നത്. അതിന്റെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് കാസിരംഗ നാഷണൽ പാർക്കിലാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തത് കിയോലാഡോ നാഷണൽ പാർക്ക്. അതും 1985 തന്നെയാണ് ആഡ് ചെയ്തത്. കിയോലാഡോ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് വെറ്റ്ലാൻഡ് പ്രൊവൈഡിങ് റെഫ്യൂജ് ടു മൈഗ്രേറ്ററി വാട്ടർ ബേർഡ്സ്. മൈഗ്രേറ്ററി ആയിട്ടുള്ള ദേശാടന പക്ഷികളില്ല, വാട്ടർ ബേർഡ്സ്. മൈഗ്രേറ്ററി ആയിട്ടുള്ള വാട്ടർ ബേർഡ്സിന് എന്താണ് ഒരുക്കിയിട്ടുള്ള ഒരു മാൻ മെയ്ഡ് വെറ്റ്ലാൻഡ് ആണ് ഇത്. ഏതെന്ന് പറയുന്നത് കിയോലാഡോ നാഷണൽ പാർക്ക്. വേർ ഇറ്റ് ഈസ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, ക്ലിയർ. അടുത്ത ഇനി മാനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി 1985 തന്നെയാണ് ആഡ് ചെയ്തത്. ഇതെവിടെയാണ്? ആസാമിലാണ്. ഇത് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റേറ്റ് ആണ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈഗർ ഹാബിറ്റേറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. എവിടെയാണ്? ആസാമിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ പല ടൈപ്പ് ആനിമൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹോമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അടുത്തത് സുന്ദർബൻ നാഷണൽ പാർക്ക് 1987 എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദി ലാർജസ്റ്റ് മാംഗ്രൂവ് സിസ്റ്റം ഇൻ ദി വേൾഡിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് സിസ്റ്റം ആണ് സുന്ദർബൻ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല, എവിടെയുമായിട്ട് ബംഗ്ലാദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ എവിടെ മാത്രമേ കാണുന്നുള്ളൂ ഈ സുന്ദർബനിന്റെ പാർട്ട്? വെസ്റ്റ് ബംഗാളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സുന്ദർബൻ ആണ്. ഇതും എന്തായിട്ട് പറയുന്നുണ്ട്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ടൈഗേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സുന്ദർബനിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അടുത്ത നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ്. നന്ദാദേവി നാഷണൽ പാർക്ക് 1988 അത് കണക്ക് തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് 2005 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇത് ഒത്തായത് കൊണ്ടാണ് ഇതിനെ ഒറ്റ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൽപൈൻ വൈൽഡ് ഫ്ലവേഴ്സ് മെഡോ ആൻഡ് റഗ്ഡ് ഗ്ലേഷ്യർ വൈൽഡ്നെസ്സുമാണ് ഇവയെ ഉൾപ്പെടുത്താൻ കാരണം. ഇവിടെ കണ്ടോ, പൂക്കൾ കണ്ടോ, ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു പരവതാനി കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ഉൾപ്പെടുത്താൻ കാരണം. നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഓക്കെ, അടുത്തത് വെസ്റ്റേൺ ഘട്ട് ഇൻ 2012 വെസ്റ്റേൺ ഘട്ടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്രയിലായിട്ട് വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്.
ഇപ്പൊ ഞാൻ കുറച്ച് സ്റ്റേറ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഈ ഗുജറാത്തിന്റെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആ വെസ്റ്റേൺ ഘട്ടിന്റെ പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ലൈനായിട്ട് ഔട്ട്ലൈനായിട്ട് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇത്ര മാത്രമല്ല സ്റ്റേറ്റ് കേട്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. മൗണ്ടൈൻ റേഞ്ചസ് റണ്ണിങ് പാരലൽ ടു വെസ്റ്റേൺ കോസ്റ്റ്. വെസ്റ്റേൺ കോസ്റ്റ് ഇതാണ്, അതിന് പാരലായിട്ട് കിടക്കുന്ന മൗണ്ടൈൻ റേഞ്ചസ് ആണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്. ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്ന വേൾഡ് ഈ ഒരു വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ അത്രയും വൾണറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതേ കണക്ക് തന്നെ ഇവിടെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലവും മാത്രമല്ല, ഇവിടെ എൻഡമിക് ആയിട്ടുള്ള, ഇവിടെ മാത്രം കാണപ്പെടുന്ന എൻഡമിക് ആയിട്ടുള്ള കുറേ ജീവിവർഗങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് ആയിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്, വെസ്റ്റേൺ ഘട്ടിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനെയും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. ഓക്കെ, ക്ലിയർ. അടുത്ത ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും എന്തുകൊണ്ടാണ്, ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റവും ബയോഡൈവേഴ്സിറ്റിയും ഉള്ളത് കൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് കൾച്ചറൽ ആൻഡ് കൾച്ചറൽ നോക്കി, അതുപോലെ തന്നെ എന്ത് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മിക്സഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെ നോക്കാറുണ്ട്. ഇന്ത്യയിൽ ആകെ എത്ര എണ്ണം ഉണ്ട്? ഇന്ത്യയിൽ ഒരെണ്ണം മാത്രമാണ് ഉള്ളത്. അതിന്റെ പേര് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക, അത് ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഒരൊറ്റ ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോഴെന്ത് ചെയ്യാം, ചോദിക്കാം. ഒരേ ഒരു മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. 2016 ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? സിക്കിമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്താണ്, ഇൻഡിജീനിയസ് ആയുള്ള സിക്കിമീസ് കൾച്ചർ കൊണ്ടാണ് ഇതിനെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഇതാണ് ഇതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഭയങ്കരമായിട്ടും സിക്കിമീസ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള സിക്കിമീസ് കൾച്ചർ നമുക്ക് ഈ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിൽ കാണാൻ പറ്റും. അതാണ് അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. അതുപോലെ തന്നെ ഇതിനൊരു നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഇവിടെ പലതരത്തിലുള്ള ഹ്യൂജ് ആയിട്ട് എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കാഞ്ചൻജംഗ എന്ന് പറയുന്നത് സിക്കിം അല്ലേ, ഹിമാലയൻ റേഞ്ചസിന്റെ ഏരിയയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും ഇത് കാരണമാവുന്നുണ്ട്. ഇതാണ് ഇതിന്റെ നാച്ചുറൽ സിഗ്നിഫിക്കൻസ്. ഈ രണ്ട് സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? നാച്ചുറൽ പരമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും സിഗ്നിഫിക്കന്റ് ആവാൻ കാരണം, പ്രൊട്ടക്ട്സ് എ ഹ്യൂജ് റേഞ്ച് ഓഫ് ഈസ്റ്റേൺ ഹിമാലയൻ ബയോഡൈവേഴ്സിറ്റി. ഹിമാലയൻ റീജിയൻ ആണ്, ആ റീജിയനിലെ ബയോഡൈവേഴ്സിറ്റിയെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിന്റെ നാച്ചുറൽ സിഗ്നിഫിക്കൻസ് കൂട്ടുന്നുണ്ട്. അതേസമയം കൾച്ചറൽ പരമായിട്ട് ഒരു സിക്കിം കൾച്ചർ, ഇൻഡിജീനിയസ് ആയിട്ടുള്ള സിക്കിം കൾച്ചറും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്സഡ് സൈറ്റ് എന്നാണ്, മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഏത്? കാഞ്ചൻജംഗ, സിക്കിം. ഓക്കെ, അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു പോവുക. യുനെസ്കോ തന്നെ കൊണ്ടുവരുന്ന വേറൊരു ഇതാണ് യുനെസ്കോ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ്സ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി. എന്താണ് യുനെസ്കോ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതുണ്ട്. അതായത് ഇന്ത്യയിലെന്നല്ല എല്ലായിടത്തെയും എന്താണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടുത്തുന്നത്, അല്ലെ സ്ഥലങ്ങളല്ല, അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ ഉത്സവങ്ങളായാലും കുറച്ച് സംഗീതങ്ങൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനങ്ങളെയാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് അല്ല, യുനെസ്കോ ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഇറക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, നോക്കാൻ ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ഹെറിറ്റേജ് നിന്ന് മാറി ഇവിടെ എന്താണ് ഇൻടാഞ്ചിബിലിറ്റി, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സംഗീതം അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ, നമുക്ക് അതിന്റെ ഇത് കാണാൻ പറ്റുന്നല്ലാതെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തൊട്ടറിയാനോ അങ്ങനെയുള്ള ഇത് കിട്ടത്തില്ല അല്ലേ. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത് വരുന്നത്. അപ്പോഴേ യുനെസ്കോ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി, ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനമായിട്ട് നോക്കുന്നത്
എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ലിവിങ് ആയിട്ടുള്ള കൾച്ചറൽ ട്രഡീഷനും അതിൻ്റെ പ്രാക്ടീസും അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസൊക്കെ നിലനിർത്താൻ വേണ്ടി, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ആര് കൊണ്ടുവന്നത്? യുനെസ്കോ കൊണ്ടുവന്നത്. ലിവിങ് ആയിട്ടുള്ള കൾച്ചറൽ ട്രഡീഷനും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും കണക്ക് തന്നെ ഇന്റർനാഷണൽ കോർപ്പറേഷനൊക്കെ കൊണ്ടുവരുന്നതിനും ഫെസ്റ്റിവൽസിനെയും റിച്വൽസിനെയും പെർഫോമിംഗ് ആർട്സിനെയും ട്രഡീഷൻസ് അതങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ കണക്ക് തന്നെ ഒരു ഗ്ലോബൽ അവയർനെസ് കൊണ്ടുവരാനും അതേ കണക്ക് തന്നെ ഈ ഒരു ഇതുപോലുള്ള കാര്യങ്ങളെ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യുനെസ്കോ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി കൊണ്ടുവന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട 16 ഹെറിറ്റേജ് ലിസ്റ്റിൻ്റെ അകത്ത് വരുന്നത് 16 എണ്ണമാണ്. ഇന്ത്യയിൽ നിന്ന് 16 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ 16 എണ്ണത്തിന്റെ പേരും അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആദ്യമായിട്ട് വന്നത് കൂടിയാട്ടമാണ്. ഏതാണ്? കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കേരളയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു ആർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ ഒരു ഫോമാണ് എന്ന് പറയുന്ന കൂടിയാട്ടം. ഇതെന്താണ്? ഒരു സാൻസ്ക്രിറ്റ് തിയേറ്ററിൽ വരുന്ന ഒരിതാണ്, ഒരു ആർട്ട് ഫോം ആണ് എന്ന് പറയുന്നത് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇത് 2008 ഉൾപ്പെടുത്തിയത്. അതേ കണക്ക് തന്നെ 2008 രാംലീല എന്ന് പറയുന്ന ട്രഡീഷണൽ പെർഫോമൻസ് ഓഫ് രാമായണയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടിയാട്ടം, രാംലീല. അടുത്തത് 2008 ഉൾപ്പെടുത്തിയ വേറൊരെണ്ണമാണ് വേദിക് ചാൻഡിങ് എന്ന് പറയുന്നത്. ട്രഡീഷൻസ് ഓഫ് വേദിക് ചാൻഡിങ്ങും 2008 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത രമ്മൻ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. കാർവാൾ റീജിയനിൽ വരുന്ന ഒരു ഫെസ്റ്റിവലാണ് രമ്മൻ എന്ന് പറയുന്നത്. രമ്മാനും എന്ത് ചെയ്തിട്ടുണ്ട്? 2009 ആഡ് ചെയ്തിട്ടുണ്ട്. ചാവു എന്ന് പറയുന്നതും എന്താണ്? ഒരു ഡാൻസ് ഫോം ആണ് ഈ ഒരു ചാവു എന്ന് പറയുന്നത്. ഈ ചാവു 2010 എന്ത് ചെയ്തു? ഈ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ്? ഒരു ഫോക്ക് ഡാൻസ് ആണ്. ഇതെന്താണ്? ഒരു ഫോക്ക് ഡാൻസ് ഫോം ആണ് ഈ ഒരു ചാവു എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു സെമി ആയിട്ടുള്ള ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസ് വിത്ത് മാർഷൽ ഫോം ചേർന്നതാണ്. അതായത് ഒരു സെമി ക്ലാസിക്കലും അതുപോലെ തന്നെ മാർഷൽ ആർട്സും അതുപോലെ തന്നെ ഫോക്ക് ട്രഡീഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് ഈ ഒരു ചാവു എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാവുമല്ലോ. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അടുത്ത കബേലിയ. അതെന്താണ്? ഒരു ഫോക്ക് സോങ്ങും ഡാൻസും കൂടെ ചേർന്നിട്ടുള്ള രാജസ്ഥാനിലുള്ള ഒരു ആർട്ടാണ് കബേലിയ എന്ന് പറയുന്നത്. 2010 ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത മുടിയേറ്റ് കേരളത്തിൽ നിന്നുള്ള ഒരു റിച്വൽ തിയേറ്റർ ആണ് എന്ന് പറയുന്നത്. മുടിയേറ്റ് എന്ന് പറയുന്നത് ആർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? മുടിയേറ്റൊക്കെ കൂത്ത്, കൂടിയാട്ടം, മുടിയേറ്റ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കേരളത്തിൽ നിന്ന് മുടിയേറ്റും കൂടിയാട്ടവുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ബുദ്ധിസ്റ്റ് ചാൻഡിങ് ഓഫ് ലഡാക്ക്. നമ്മൾ നേരത്തെ വേദിക് ചാൻഡിങ് പഠിച്ചായിരുന്നു. അതാണ് തന്നെ ബുദ്ധിസ്റ്റ് ചാൻഡിങ് ഓഫ് ലഡാക്ക് ആണ് 2012 എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഹെറിറ്റേജ് ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് സങ്കീർത്തന ഓഫ് മണിപ്പൂർ. സങ്കീർത്തന ഓഫ് മണിപ്പൂർ 2013 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ട്രഡീഷണൽ ബ്രാസ് കോപ്പർ യൂട്ടൻസിൽസ് മേക്കിംഗ് ഓഫ് താദേറാസ് ഓഫ് ജാന്തീല ഗുരു. അതെന്താണ്? ഒരു യൂട്ടൻസിൽസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇതാണ്. അത് 2014 അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2016 യോഗയും 2017 കുംഭമേളയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ അല്ലേ? ഫെസ്റ്റിവൽസ് ആയിട്ടും അത് കണക്ക് തന്നെ യോഗയും എന്ത് ചെയ്തിട്ടുണ്ട്? കുംഭമേള ഉൾപ്പെടുത്തി, യോഗയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ദുർഗാ പൂജ ഇൻ കൊൽക്കത്തയും 2021 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഗാർബ ഓഫ് ഗുജറാത്ത്. ഗാർബ ഓഫ് ഗുജറാത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർബ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാൻസ് ഫോം ആണ്. ഒരു ഫോക്ക് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഫോം ആണ് ഗാർബ എന്ന് പറയുന്നത്. അത് ഗുജറാത്തിലാണ്. അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവരാത്രി സമയത്തൊക്കെ ആഘോഷിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഈ ഒരു ഗാർബ എന്ന് പറയുന്നത്. അത് 2023 എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തെന്ന് പറയുന്നത് നൗറൂസ്. അടുത്ത എന്താണ്? നൗറൂസ് എന്ന് പറയുന്ന ഇത് 2014 എന്ത് ചെയ്തിട്ടുണ്ട്? ആഘോഷിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ന്യൂ ഇയർ ഫോം ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പേർഷ്യൻ ന്യൂ ഇയർ ആണ്.
അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പാസി കമ്മ്യൂണിറ്റിയാണ് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സെലിബ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഡിസംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദീപാവലിയെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹെറിറ്റേജ് ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദീപാവലി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ ഒരു ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഈ ദീപാവലി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കും. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഇപ്പോഴും മെയിനായിട്ട് നോക്കിയത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ആ 44 സൈറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അത് ഏത് സ്റ്റേറ്റിലാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതെന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതും എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റ് നമ്മൾ പഠിച്ചു. ആ ലിസ്റ്റിൽ ഒരു 16 ഇതാണുള്ളത്. ആ 16 എണ്ണത്തിൻ്റെയും പേരും അതെവിടെയാണ്, ചിലതൊക്കെ സ്ഥലവും പറയുന്നുണ്ട്. ഇപ്പം മുടിയേറ്റും കൂടിയാട്ടം ഒക്കെ ആണെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ളത് അത് എവിടെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് എന്ത് ഫോമാണ്. ഇപ്പൊ ചാവു എന്ന് വെച്ചാൽ എന്താണ്, അതേ കണക്ക് തന്നെ ഗാർബ എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ആ ലേറ്റസ്റ്റ് പറഞ്ഞ ആ ദീപാവലി എന്ന് പറയുന്ന കാര്യം, ദീപാവലി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വരാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആണെങ്കിൽ 2025 അകത്ത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പുതിയൊരു സാധനം ലിസ്റ്റ് ചെയ്തിട്ടില്ലേ, ആ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടുത്തി. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 12 ഫോർട്ട്സ് ഉണ്ട്. അതിൽ 11 എണ്ണം ഇവിടെയാണ്, 11 എണ്ണം എവിടെയാണെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വയ്ക്കുക. ആ സ്ഥലങ്ങളുടെ, ആ ഫോർട്ടുകളുടെ പേര് തന്നിട്ട് അത് എവിടെയാണെന്നൊക്കെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും അതിൽ കൂടെ എന്ത് ചെയ്യുക, വായിച്ചു പോവുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് എന്ത് ചെയ്യും, നിൽക്കും. ഒരു തവണ വായിച്ചായാലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓപ്ഷനിൽ നിന്ന് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അല്ലാതെ ഇതിനെ ചുമ്മാതെ കടന്ന് നിങ്ങൾ കാണാതെ പിടിച്ച് സമയം കളയണമെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും വായിച്ചു വിടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ മെമ്മറിന്നോ എന്തെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ആ ഒരു മെമ്മറി നിങ്ങളുടെ മൈൻഡിൽ കാണും. നിങ്ങളെ എപ്പോഴെങ്കിലും വായിച്ചെന്നുള്ളൊരു മെമ്മറി നിങ്ങളെ മൈൻഡിൽ കാണും. ആ മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സസിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഡ്രൈ ടോപ്പിക്കാണ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ചേഴ്സ് വെച്ചിട്ടും ആണൊക്കെ ഇപ്പം ഓരോ ഡാൻസ് ഫോമൊക്കെ ഇപ്പം അടുത്ത ക്ലാസ്സുകളായിട്ട് കുറച്ച് ഡാൻസ് ഫോമൊക്കെ പഠിക്കും. ഡാൻസ് ഫോമൊക്കെ പഠിക്കുമ്പം എന്ത് ചെയ്യുക, അതിൻ്റെ ഡാൻസ് ഫോമിൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്യുന്ന ഫോമുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഇപ്പം നമ്മൾ മുടിയേറ്റ് പഠിച്ചായിരുന്നു. അപ്പോൾ മുടിയേറ്റിൻ്റെ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നു എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പം ആ ഒരു ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റുകൾ പഠിച്ചപ്പോഴത്തേക്ക് അത് മിക്കുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ദുർഗാ പൂജ, യോഗ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. യോഗ ഏത് വർഷമാണ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോവുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്ന് പഠിച്ചാൽ മതി. 44 ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്, ഞാനിതെല്ലാം കൂടെ എങ്ങനെ പഠിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു തവണ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. നിങ്ങളെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ളവരും ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ മാത്രം നോക്കുക. നിങ്ങൾ പഠിക്കുന്നതൊക്കെ അവരും പഠിക്കും. ഇതിൽ കൂടുതലൊന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിക്കുന്നത് തന്നെയായിരിക്കും അവരും പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് അവർക്കും എന്ത് അറിയത്തില്ല എന്നുള്ള കാര്യം. നിങ്ങളൊരു മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും എന്ത് ചെയ്യുക, പഠിക്കുക. അതിൽ കൂടുതൽ വന്നാൽ അത് നിങ്ങൾക്ക് അറിയാത്ത പോലെ മറ്റുള്ളവർക്കും അറിയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക. ഡീമോട്ടിവേറ്റഡ് ആവരുത്. എപ്പോഴും പഠിക്കാനുള്ള കാര്യങ്ങൾ അന്ന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പെൻഡിങ് വരത്തില്ല. ഇത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടാൽ മാത്രം മതി. വേറെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊന്നും നോക്കാൻ പോകണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലായിട്ട് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അല്ലാതെ വേറെ അഡീഷണൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നല്ലോണം വായിച്ചു നോക്കുക. എല്ലാവർക്കും ഒരു നല്ലൊരു ഡേ ആവട്ടെ ഇന്നത്തെ ദിവസം. ഓക്കെ, താങ്ക് യു.